എനിക്ക് തോന്നാറുണ്ട് സാർ ഒരു ഭയങ്കര സ്നേഹമുള്ള അച്ഛനാണെന്ന്. കാരണം സാറ് താരാട്ടുപാട്ടുകളെ സംശയമില്ല. നല്ല രസമാണ് കേൾക്കാൻ. മാത്രമല്ല എല്ലാ കുട്ടികളും എൻ്റെ മക്കളാന്ന് തോന്നുന്നു. മറ്റേ ഉണ്ണി വാവാവലുണ്ടല്ലോ, അതുകൊണ്ട് എന്നുണ്ണിക്കണ്ണൻ ഉറങ്ങാൻ ഉറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങി, എല്ലാവരും ഉറങ്ങിക്കോട്ടെ, അതെ, എൻ്റെ കണ്ണൻ ഉറക്കൊണ്ടത് എങ്ങനെ ഞാൻ അതല്ലേ, അതിലിതുപോലെ നീ എൻ്റെ ഉള്ളിലാണല്ലോ മോനെ, പിന്നെ നിന്നെ എങ്ങനെ ഞാൻ ഉറക്കും, എങ്ങനെ ഉണർത്തും എന്ന് ചോദിക്കുന്നത്. അതാണ്. അങ്ങനെ എല്ലാ കുട്ടികളും എൻ്റെ മക്കളാണ്. ഞാൻ അങ്ങനെ വിളിക്കാറുള്ളൂ. ഇപ്പം മോളെ കാണുമ്പോൾ മോളെന്ന് ഞാൻ വിളിക്കും. ഉവാവു മാറുവാൻ അതെ, നാമം ജപിക്കണം. നമ്മൾ ഉവാവു എന്നൊക്കെ കൊച്ചു പിള്ളേർ വർത്താനത്തിൽ പറയുന്നത്, അത് ആ പാട്ടിൽ കൊണ്ടുവന്ന് എന്ത് രസം. കറക്റ്റ്. ഉവാവു മാറുവാൻ നാമം ജപിക്കണം, നല്ലവനാകേണം, കണ്ണേയുറങ്ങുറങ്ങ് പൊന്നോമന കുഞ്ഞേ ഉറങ്ങുറങ്ങ്, കണ്ണനെ കണ്ട് കണ്ട് ചിരിച്ചുകൊണ്ടോ മനമുത്തുറങ്ങ്. ചെറിയ കുട്ടികൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഉറങ്ങും. അപ്പോൾ പറയും, അമ്മമാർ പറയും, നീ കണ്ണനെ കണ്ടുകൊണ്ട് ചിരിക്കാന്ന്. അത് ഹിന്ദുക്കൾ അങ്ങനെ പറയും. മറ്റേത് ഈശോനെ കണ്ടിട്ടാന്ന് പറയും. മലക്കുകളെ കണ്ടിട്ടാന്ന് മുസ്ലിങ്ങൾ പറയും. അങ്ങനെ അതാണ്, എല്ലാവർക്കും ഉണ്ട് ആ കൺസെപ്റ്റ്. അതിൽ ആറ്റുനോറ്റുണ്ടായിരുണ്ണി. അയ്യോ, അതിൽ അവസാനത്തെ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക് കാലത്തിനറ്റത്തു പോകാൻ. അത് ഇന്നും പ്രസക്തമായ വിഷയമാണ്. അതെ, നീ വെറുതെ കൊലതാണ് എൻ്റെ വിഷയം. കൊലക്കൊന്നും പോകണ്ട, സ്നേഹം കൊണ്ട് തോണി ഉണ്ടാക്കാതെ കാലത്തിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ താരാട്ടുപാട്ടിനെ കുറിച്ച് നമ്മൾ അമ്മമാരെ കുറിച്ച് ഒരുപാട് പാട്ട് കേൾക്കാറുണ്ട്. പിന്നെ അച്ഛന്മാരെ കുറിച്ചുള്ളൊരു പാട്ട് സൂര്യനെ തഴുകി എല്ലാവരും ഏറ്റെടുത്തൊരു പാട്ടാണ് അല്ലേ? അച്ഛനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടും എഴുതുമീ സ്നേഹാക്ഷരങ്ങൾക്കും അപ്പുറം അനുപമ സങ്കല്പം അച്ഛൻ. എഴുതിയാൽ തീരില്ല. അതെ, അച്ഛനെ അതെ, അച്ഛൻ എൻ്റെ മനസ്സിലുള്ള എൻ്റെ കുഞ്ഞിനെ, എൻ്റെ മോനെ ഇങ്ങനെ തഴുകി ഞാൻ ഉറക്കുമ്പം ഇവൻ ഉണരും, എന്നിട്ട് എന്നെയും കെട്ടിപ്പിടിക്കുക, എന്നിട്ട് കിടന്നുറങ്ങും. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഉറങ്ങും. പിന്നെ ഭാര്യയെ താഴത്തുനിന്ന് വിളിക്കണം. അങ്ങനെയൊക്കെ രസമല്ലേ? ഞാൻ അങ്ങനെ ജീവിക്കുന്ന ആളാണ്. ഇപ്പോഴും എൻ്റെ മക്കളെ മോനെ എന്നെ വിളിക്കാറുള്ളൂ. കണ്ടാൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. ഇതൊക്കെയാണ് ഇപ്പോഴും. എനിക്ക് അച്ഛനെ കുറിച്ചുള്ള പാട്ട് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കവിത സാർ എഴുതിയത് പ്രപഞ്ചം സാക്ഷി. പാപിയാണെങ്കിലും അച്ഛൻ പിന്നെ വിളിക്കില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര. അത് ഞാൻ തന്നെ ട്രാക്ക് പാടിയത്. അത് ദാസേട്ടൻ കേട്ടിട്ടാണ് പാടിയത്. അത് കേൾക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും ഭയങ്കരമായിട്ട്. അങ്ങനെ അതിൽ ചന്ദ്രദാസ് പ്രസംഗിക്കുന്ന ഒരു വരിയുണ്ടല്ലോ, ഞാൻ മുറിവേറ്റൊരു പക്ഷിയാണ്. ആ മനസ്സ് ഈ കവിതയിലുണ്ട്. മറ്റെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മോളെ അയാൾ മറന്നിട്ടേ ഇല്ല. മോളെ ഓർക്കുമ്പോൾ വേദനയാണ്.